കഴിഞ്ഞ ദിവസം വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം ഉണ്ടായി. അദാനി ഗ്രൂപ്പിന്റെ ഒന്നാം തരം ഒരു സർജിക്കൽ സ്ട്രൈക്ക്, അതായത് അമേരിക്കയുടെ നിരന്തരമായിട്ടുള്ള അദാനി ഗ്രൂപ്പിനെതിരായിട്ടുള്ള നീക്കങ്ങൾക്ക് ഒരു മറുപടി എന്ന് തന്നെ പറയാവുന്ന ഒരു നീക്കം അദാനിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുകയാണ്. അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ എക്കണോമിക് സോൺ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം. അതായത് അവര് $553 മില്യൺ അമേരിക്കയുടെ, അതായത് US ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് ഫൈനാൻസ് കോർപ്പറേഷനിൽ നിന്ന് ലോൺ എടുക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് പിൻവാങ്ങിയിരിക്കുകയാണ്. ആ ഒരു റിക്വസ്റ്റ് അവർ പിൻവലിച്ചിരിക്കുകയാണെന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയത്. ശ്രീലങ്കയിലെ കൊളംബോ പോർട്ടിന്റെ ഒരു ടെർമിനലിന്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ടായിരുന്നു, അതുമായി ബന്ധപ്പെട്ടുള്ള ആ പ്രോജക്റ്റിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അമേരിക്കയുടെ DFC എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷനിൽ നിന്ന് $553 മില്യൺ കടമെടുക്കാനായിട്ട് അദാനി ഗ്രൂപ്പ് തീരുമാനിച്ചത്. ഇപ്പോൾ അതിൽ നിന്നാണ് ഇവർ പിൻവാങ്ങിയിരിക്കുന്നത്. ശ്രീലങ്കയിലെ കൊളംബോ വെസ്റ്റ് ഇന്റർനാഷണൽ ടെർമിനൽ വികസിപ്പിക്കുന്നതിനുള്ള പദ്ധതിക്ക് കമ്പനിയുടെ ആന്തരിക ശേഖരണവും മൂലധന മാനേജ്മെന്റ് പ്ലാനും വഴി ധനസഹായം നൽകാൻ തീരുമാനമായി എന്നും അതിനാൽ ലോൺ ഇപ്പോൾ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്നുമാണ് ഇപ്പോൾ കമ്പനി വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ഫണ്ട്, ഇത് നിർമ്മിക്കാൻ ആവശ്യമായ ഫണ്ട് കമ്പനി തന്നെ കണ്ടെത്തിക്കൊള്ളാം, അമേരിക്കയുടെ ലോണ് ആവശ്യമില്ല. അദാനി ഗ്രൂപ്പിനെതിരായിട്ട് തുടർച്ചയായിട്ടാണ് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് നടപടികൾ ഉണ്ടാവുന്നത്. ഹിൻഡൻബർഗ് എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട സ്ഥാപനം, യാതൊരു ആധികാരികതയും ഇല്ലാത്ത ജോർജ് സോറസും ഡീപ് സ്റ്റേറ്റും ഉൾപ്പെടെ അമേരിക്കയുടെ ഡെമോക്രാറ്റുകൾ അടക്കം വളർത്തിയെടുത്തിട്ടുള്ള ഒരു സ്ഥാപനം, ആ സ്ഥാപനത്തിനെ കൊണ്ട് ഒരു റിസർച്ച് പേപ്പർ പുറത്തുവിടിയിരിക്കുന്നു. അതിലൂടെ അദാനി ഗ്രൂപ്പ് ഓഹരി വിപണിയിൽ തട്ടിപ്പ് കാണിക്കുന്നുണ്ട് എന്ന് വ്യാജമായ പ്രചാരണം നടത്തി 135 ബില്യൺ ഉണ്ടായിരുന്ന അദാനിയുടെ ആസ്തി $50 ബില്യൺ താഴെ കൊണ്ടുവരുന്നു. അവിടം കൊണ്ട് ഹിൻഡൻബർഗ് അവസാനിപ്പിച്ചില്ല. വീണ്ടും തുടർച്ചയായിട്ട് ഇവർ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടേയിരുന്നു. ഡീപ് സ്റ്റേറ്റിന്റെയും അമേരിക്കയുടെയും യൂറോപ്പിന്റെയും ഒക്കെ മാധ്യമങ്ങൾ ഇതിനെ നല്ലപോലെ പ്രൊമോട്ട് ചെയ്തു. അവരുടെ പ്രധാനപ്പെട്ട വാർത്ത തന്നെ കുറെ കാലമായിട്ട് അദാനിയായിട്ട് മാറി. ഇങ്ങനെ ആഗോളതലത്തിൽ അദാനി ഗ്രൂപ്പിനുണ്ടായിരുന്ന വളർച്ചയെ തകർത്തെറിയുന്നതിൽ വലിയൊരു പങ്ക് US-നുണ്ട്. ഇവിടം കൊണ്ട് അവസാനിച്ചില്ല. ഇതിന് ശേഷം എന്ത് ചെയ്തു? അമേരിക്ക ഓരോ അന്വേഷണത്തിന്റെ പേര് പറഞ്ഞ്, അഴിമതി ആരോപണത്തിന്റെ പേര് പറഞ്ഞ് നിരന്തരം അദാനി ഗ്രൂപ്പ് ഓരോ ഘട്ടത്തിലും അവരുടെ ആ ഒരു എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവുകയും അവരുടെ നെറ്റ്വർത്ത് വർദ്ധിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന സമയത്ത്, ഓഹരി വിപണിയിൽ അവർ വളർന്നുകൊണ്ടിരുന്ന സമയത്ത് ഓരോ ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവരെ താഴെ ഇറക്കാൻ പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഇപ്പോൾ അദാനി ഗ്രൂപ്പ് ഈ $553 മില്യൺ ലോണ് വേണ്ടെന്ന് വെച്ചതോടുകൂടി അമേരിക്കയുടെ ബാങ്കിനുണ്ടാവുന്നത് മില്യൺ കണക്കിന് ഡോളറിന്റെ നഷ്ടമാണ്. ഇത് എങ്ങനെയെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ $553 മില്യൺ എന്ന് പറയുമ്പോൾ ഏതാണ്ട് നമ്മളൊരു ആവറേജ് ഒരു 83 രൂപ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 4423 കോടി രൂപയാണ് ഈ അമേരിക്കൻ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാനായിട്ട് അദാനി ഗ്രൂപ്പ് തീരുമാനിച്ചത്. അതായത് ഇത് അമേരിക്കയ്ക്ക് വലിയൊരു നഷ്ടമാണ് അദാനി ഗ്രൂപ്പ് ഇതിൽ നിന്ന് പിൻവാങ്ങുന്നത്. കാരണം എന്തെന്ന് വെച്ചാൽ, ഇപ്പോ സാധാരണ ഒരു മൊബൈൽ ഫോൺ വിൽക്കുന്ന ആളുടെ ബിസിനസ് മൊബൈൽ ഫോൺ കച്ചവടമാണ്. അത് ചെയ്താണ് അയാൾ ജീവിക്കുന്നത്, അതിൽ നിന്നാണ് വരുമാനം കിട്ടുന്നത്. അതുപോലെ ഒരു ബാങ്കിന്റെ ബിസിനസ് എന്ന് പറയുന്നത് എന്താണ്? ലോൺ കൊടുക്കുക എന്നുള്ളതാണ്. ആ ലോൺ കൊടുത്തെങ്കിൽ മാത്രമേ ബാങ്കിന് പ്രോഫിറ്റ് കിട്ടൂ. ഇപ്പൊ നമ്മൾ കൊണ്ടുവന്ന് അവിടെ FD ഇടുകയാണെങ്കിൽ ആ FD ഇടുന്നതിന് നമുക്ക് ഇങ്ങോട്ടാണ് ബാങ്ക് ഇൻട്രസ്റ്റ് തരുന്നത്. നമ്മൾ ഇടുന്ന ഈ FDയിൽ നിന്ന് കിട്ടുന്ന പണം എടുത്തിട്ടാണ് ഇവര് മറ്റുള്ളവർക്ക് ലോൺ കൊടുക്കുന്നത്. ആ ലോൺ എടുക്കുന്ന ആളാണ് ബാങ്കിന്റെ വളർച്ചയിൽ സത്യത്തിൽ വലിയൊരു പങ്ക് വഹിക്കുന്നത്. അപ്പൊ ലോൺ എടുക്കാൻ ആളുണ്ടെങ്കിൽ മാത്രമേ ബാങ്കിന് പ്രോഫിറ്റ് കിട്ടുള്ളൂ. FD മാത്രം കിട്ടിയിട്ട് കാര്യമില്ല. അപ്പൊ ഇവിടെ ഈ ബാങ്ക്, മേൽപ്പറഞ്ഞ അമേരിക്കൻ ബാങ്ക്, DFC എന്ന് പറയുന്ന അമേരിക്കൻ ബാങ്ക്, അതിനൊരു ഒന്നാന്തര ബിസിനസ് ആണ് $500 ബില്യൺ ലോണ്, $533 മില്യൺ ഏകദേശം 4500 കോടി രൂപ. അപ്പൊ ഈ ഒരു ലോൺ അദാനി ഗ്രൂപ്പ് എടുക്കുകയാണെങ്കിൽ ഈ ഒരു ലോണിന്റെ ഭാഗമായിട്ട് തിരിച്ചടയുമ്പോൾ കിട്ടുന്ന ഇൻട്രസ്റ്റ് അത് വലിയൊരു തുകയാണ്. അത് മില്യൺ കണക്കിന് തന്നെ അതും വരും. അപ്പൊ ഇവിടെ ഇപ്പൊ അദാനി ഗ്രൂപ്പ് ഇത് വേണ്ടാന്ന് തീരുമാനിച്ചതോടുകൂടി ഈ ബാങ്കിന് ഈ തുക നഷ്ടമായിരിക്കുകയാണ്. അതായത് ഒരു വലിയ ബിസിനസ് ബാങ്ക് നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. ഇത് US കഴിഞ്ഞ കാലങ്ങളിൽ അദാനി ഗ്രൂപ്പിനോട് ചെയ്ത വഞ്ചനയ്ക്ക്, അല്ലെങ്കിൽ US അദാനി ഗ്രൂപ്പിനെ തകർക്കാനായി നടത്തിയ നീക്കങ്ങൾക്കുള്ള ഒരു മധുര പ്രതികാരം എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ വിലയിരുത്തുന്നത്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് അദാനി ഗ്രൂപ്പ് ഏകദേശം $265 മില്യൺ ഇന്ത്യയിലെ ചില ഗവൺമെന്റ് ഒഫീഷ്യൽസിന്, ചില സംസ്ഥാനങ്ങൾ മെൻഷൻ ചെയ്തിട്ട് അവിടെയുള്ള ഒഫീഷ്യൽസിന് ഇന്ത്യയിൽ കൈക്കൂലിയായിട്ട് കൊടുത്തത് ചില ഡീലുകൾക്ക് വേണ്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് US അനാവശ്യമായിട്ട് ഇന്ത്യയുടെ ഇന്റേണൽ മാറ്റേഴ്സിൽ അടക്കം ഇടപെട്ടുകൊണ്ട് അദാനിയുടെ പേര് മോശമാക്കാനായി പരിശ്രമിച്ചത്.
അദാനി ഗ്രൂപ്പിന് ഈ ഒരു തുക കണ്ടെത്താൻ ഒരു അമേരിക്കൻ കമ്പനിയുടെ തന്നെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. കൊളംബോ പോർട്ടിൽ തീർച്ചയായിട്ടും ഒരു അമേരിക്കയുടെ കൂടി ഒരു പങ്കാളിത്തം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ്, ഒരുപക്ഷെ ആയിരിക്കാം, അദാനി ഗ്രൂപ്പ് ബാങ്കിൽ നിന്ന് തന്നെ ലോൺ എടുക്കാൻ തീരുമാനിക്കുന്നത്. കാരണം ഇന്ത്യക്കും അമേരിക്കയ്ക്കും ശ്രീലങ്കയിൽ ചില താല്പര്യങ്ങളുണ്ട്. കാരണം നമുക്കറിയാം, അവിടെ പിടിമുറുക്കാനായി ചൈന പരിശ്രമിക്കുന്ന ഒരു ഘട്ടത്തിലാണ് കൊളംബോ പോർട്ടിന്റെ ഒരു ടെർമിനൽ ഇന്ത്യൻ കമ്പനിക്ക് കിട്ടുന്നത്. ഈ കൊളംബോ പോർട്ട് സ്ഥിതി ചെയ്യുന്നത് പ്രധാനമായിട്ടും ഈ ഈസ്റ്റ് വെസ്റ്റ് ഷിപ്പിംഗ് റൂട്ടിലാണ്. ഇത് ഏഷ്യ, യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ് ഈ ഭാഗങ്ങളെ കണക്ട് ചെയ്യുന്ന ഒരു ഷിപ്പിംഗ് റൂട്ടാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ഇന്ത്യക്കുള്ളതുപോലെ ചില താല്പര്യങ്ങൾ ട്രേഡുമായി ബന്ധപ്പെട്ട് അമേരിക്കയ്ക്കുമുണ്ട്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും ബിസിയസ്റ്റ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ഷിപ്മെന്റ് പോർട്ടാണ് ഈ കൊളംബോ പോർട്ട് എന്ന് പറയുന്നത്. സൗത്ത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു ട്രാൻസ്ഷിപ്മെന്റ് പോർട്ടുകളിൽ ഒന്നുകൂടിയാണ് ഇത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ശ്രീലങ്കയിലെ ഹമ്പൻതോട്ട ഇന്റർനാഷണൽ പോർട്ട് ചൈന ഏകദേശം 35 വർഷത്തിലേക്ക് അവിടെ അതിനെ ലീസിനെടുക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നു. അത് ചൈന നടത്തിയ ഒരു കടക്കണി ട്രാപ്പിന്റെ ഭാഗമായിട്ട് ശ്രീലങ്ക പെട്ടുപോയതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രീലങ്കയിൽ പിടിയുറപ്പിക്കേണ്ടത് ഇന്ത്യയുടെ കൂടി ആവശ്യമാണ്. ഞാൻ മുൻപ് ചില വീഡിയോകളിൽ സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിലാണ് ഇന്ത്യ ഗവൺമെന്റ് ഉൾപ്പെടെ ലോകത്തെ വിവിധ രാജ്യങ്ങൾ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഇന്ത്യക്ക് ശ്രീലങ്കയിൽ സ്വാധീനം ഉറപ്പിക്കാൻ, അല്ലെങ്കിൽ ഇപ്പോൾ ഹമ്പൻതോട്ട ചൈന പിടിച്ചെടുത്തു, അതിന് മറുപടിയായിട്ട് അവിടുത്തെ ഒരു പോർട്ടിൽ നമുക്ക് സ്വാധീനം വേണമെങ്കിൽ നേരിട്ട് പോയി മോഡി ഗവൺമെന്റിന് ഒരു പോർട്ടിങ് തരുമെന്ന് നമുക്ക് അവരുടെ അടുത്ത് പറയാൻ പറ്റില്ല. നമ്മുടെ രാജ്യത്ത് പോർട്ട് ഓപ്പറേറ്റ് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള കമ്പനികളെ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും നമ്മൾ അവിടെ സ്വാധീനം ഉണ്ടാക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോർട്ട് ഓപ്പറേറ്റ് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ഒരു കമ്പനിയാണ് അദാനി ഗ്രൂപ്പ്. അദാനി ഗ്രൂപ്പിനെ യൂസ് ചെയ്തിട്ട് നമ്മൾ കൊളംബോയിലെ അടുത്ത ടെർമിനലിന്റെ ആ ഒരു കൺട്രോൾ നമ്മുടെ കയ്യിലേക്ക് കൊണ്ടുവന്നു. സമാനമായ രീതിയിലാണ് നമ്മൾ ഇപ്പോൾ ഇസ്രായേലിൽ ഒരു പോർട്ടിനെ ഏറ്റെടുത്തിരിക്കുന്നത്. ഇറാനിൽ നമുക്കൊരു പോർട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ ഇത്തരത്തിലാണ് ലോകത്തെ എല്ലാ രാജ്യങ്ങളും വർക്ക് ചെയ്യുന്നത്. അവർക്ക് നേരിട്ട് എല്ലാ ഡീലുകളിലും പോയി പങ്കെടുക്കാൻ പറ്റില്ല. മറ്റൊരു രാജ്യത്ത് ഇത്തരം ഒരു കരാറ് വരുന്ന സമയത്ത് ബിസിനസ് ഏജൻസികളോ സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സോ ഒക്കെയാണ് അതിൽ പങ്കെടുക്കുക. രാജ്യങ്ങൾ നേരിട്ട് പങ്കെടുക്കാറില്ല. രാജ്യങ്ങൾ നേരിട്ട് ബിസിനസ് ഓപ്പറേറ്റ് ചെയ്യുന്നത് വളരെ കുറവാണ്. അപ്പൊ അദാനി എന്ന് പറയുന്നത് ഇന്ത്യക്ക് ജിയോ പൊളിറ്റിക്സിനകത്ത് വളരെ പ്രധാനമായിട്ട് ഇന്ത്യയെ സംബന്ധിച്ച് ഒരു റോള് വഹിക്കുന്ന ഒരു ബിസിനസ്സുകാരനാണ്. വെറുതെ ഒരു കച്ചവടക്കാരനോ സമ്പന്നനോ അല്ല. വളരെ പ്രധാനപ്പെട്ട പല പ്രോജക്റ്റുകളിലും ഇന്ത്യക്ക് അദാനി ഉപയോഗിക്കാൻ പറ്റും. ഇപ്പൊ നേരത്തെ മ്യാൻമാറിൽ പോലും ഒരു പോർട്ട് അദാനി എടുത്തതാണ്. അത് യുഎസിന്റെ സമ്മർദ്ദങ്ങൾ കാരണം നമുക്കത് വിട്ടുകളയേണ്ടി വന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അതിനകത്ത് ചില സംശയങ്ങൾ ഇപ്പോഴും ഉണ്ട്. അദാനി ഒഫീഷ്യലി തന്നെ അത് താങ്കൾ വേറൊരു കമ്പനിക്ക് വിറ്റു എന്നാണ് പറയുന്നത്. പക്ഷെ അവിടെ ഈ മിലിറ്ററി റൂൾ ആയതുകൊണ്ട് ആ ഒരു ഡീല് ശരിയല്ല, ജനാധിപത്യം മറ്റത് മറിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് യുഎസ്, അതുപോലെ ഓസ്ട്രേലിയയിലെ ചില ന്യൂസ് ചാനൽസ്, ഏജൻസീസ് ഒക്കെ ചേർന്നുകൊണ്ട് ഭയങ്കരമായിട്ട് പ്രഷർ ചെലുത്തിയിട്ടാണ് അദാനി അതിൽ നിന്ന് പിന്മാറുന്നത്. അപ്പോൾ അതുപോലെ നഷ്ടങ്ങൾ മാത്രമേ നമുക്ക് ഇവരുമായിട്ടുള്ള റിലേഷൻ കൊണ്ടുള്ളൂ സത്യത്തിൽ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ നിരന്തരമായിട്ട് അദാനി വേട്ടയാടെയാണ്. അപ്പോൾ പിന്നെ അങ്ങനെ ഒരു രാജ്യത്തിന്റെ ഒരു ബാങ്കുമായിട്ട് സഹകരിക്കേണ്ട കാര്യവും അദാനിക്കില്ല. നാളെ വേറെ ഏതെങ്കിലും തരത്തിൽ അദാനി ഈ ബാങ്ക് ട്രാപ്പിലാക്കാനും സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ കുറച്ചു ദിവസം കഴിഞ്ഞ് ഈ ബാങ്ക് തന്നെ പറയാണ് അദാനിക്ക് ഫണ്ട് തരില്ല എന്ന് പറഞ്ഞാൽ അപ്പോഴും വീണ്ടും അദാനി ഗ്രൂപ്പിന്റെ ഓഹരി വലിയ രീതിയിൽ ഇടിയും. ഇതിപ്പോൾ അദാനിയായിട്ട് എനിക്ക് നിന്റെ ലോൺ വേണ്ട, ഞങ്ങളത് കണ്ടെത്തിക്കൊള്ളാമെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും അദാനി ഗ്രൂപ്പിന് ഗുണമേ ചെയ്യൂ. എന്തായാലും ഇത് ഒന്നാം തരം ഒരു നീക്കമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ബാങ്കിന് ഇത് വലിയ നഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട്.